കേരളത്തിൽ ഇനിയും തുടർഭരണം വരുന്നത് വലിയൊരു പ്രശ്നമാണെന്നാണ് കുറേ സാംസ്കാരിക ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും പറയുന്നത്. എന്നുവെച്ചാൽ പണ്ട് ചങ്ങമ്പുഴ എഴുതിയൊരു വരിയുണ്ട്, അത്യനർഘമാം ഈ മുഹൂർത്തത്തിൽ ഉത്തമേ നീ മരിക്കണം. പ്രണയം അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു സന്ദർഭത്തിലെത്തുന്ന നിമിഷത്തിൽ കാമുകിയോട് കാമുകൻ പറയുകയാണ്, അത്യനർഘമായ ഈ മുഹൂർത്തത്തിൽ ഉത്തമേ നീ ഇനി മരിക്കണം. കാരണം മരിച്ചാലേ ഇനി പ്രണയം നിലനിൽക്കൂ. അതുപോലെ ഇതുവരെയുള്ള LDFൻ്റെ ഭരണം വളരെ മികച്ചതായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് മരിക്കണം എന്നാണ് സാംസ്കാരിക പ്രമുഖർ കേരളത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാദത്തിൽ ആദ്യം ഇവരോട് ചോദിക്കാനുള്ളൊരു സംശയം, ഗുജറാത്തിൽ കുറച്ച് കാലമായി BJP ആണ് ഭരിക്കുന്നത്. കുറച്ചേറെ കാലമായി, 1, 2, 3 തവണയല്ല. എപ്പോഴെങ്കിലും ഗുജറാത്തിലെ ഗവൺമെൻറ്റിനോട്, ഗുജറാത്തിലെ ജനങ്ങളോട് ഈ തുടർഭരണം ശരിയല്ല എന്ന് ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ തുടർഭരണം ഒരു പ്രശ്നമാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടുത്തെ തുടർഭരണം അവസാനിപ്പിക്കണമെന്നും അവിടുത്തെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് കേട്ടിട്ടുണ്ടോ? അതൊന്നും അവർ പറയാറില്ല. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം ഒരു പ്രശ്നമാണ് എന്നാണ് അവർ പറയുന്നത്. ഇനി വസ്തുതാപരമായി ചിലത് ചിന്തിച്ചു നോക്കാം. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് നഗരപാലികാ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. തുടർന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയായത് കരുണാകരനായിരുന്നു. കരുണാകരൻ നഗരപാലികാ നിയമത്തിൻ്റെ ഗുണഫലങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു ആസൂത്രണമോ പദ്ധതിയോ കേരളത്തിൽ കൊണ്ടുവന്നോ? ഇല്ല. അത് കൊണ്ടുവന്നത് ആരാണ്? തുടർന്ന് വന്ന നായനാർ ഗവൺമെൻറ്റാണ്. അതിൻ്റെ പേരാണ് ജനകീയാസൂത്രണം. ഇന്ന് 2026 ഇരുന്ന് ചിന്തിക്കുമ്പോൾ ജനകീയാസൂത്രണത്തിൻ്റെ എന്തെങ്കിലും ഗുണഫലങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കാളികളല്ലാത്ത ഒരു മലയാളിയും യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടാവില്ല. ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രം കണ്ട എക്കാലത്തെയും വലിയ പദ്ധതികളിലൊന്നായിരുന്നു ജനകീയാസൂത്രണം. എന്താണ് തുടർഭരണത്തിൻ്റെ പ്രശ്നം? ഇത് യഥാർത്ഥത്തിൽ ആശയപരമായി കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും എന്നത് ഇന്ത്യയിൽ വലിയ വേരോട്ടമുള്ള ഒരാശയമാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തുമുണ്ട്. ബെർട്രാൻഡ് റസ്സലിൻ്റെ അധികാരം, പവർ പോലുള്ള കൃതികൾ, മാക്കിയവില്ലിയെ പോലെ, ബക്കുനിനെ പോലെയുള്ളവരുടെ അധികാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അധികാരം കുറച്ചു കാലം ഒരാളിൽ നിന്നാൽ അവർ ദുഷിപ്പിക്കപ്പെടും എന്നത് ഒരു ആശയപരമായ പ്രശ്നമായി തന്നെ ഉന്നയിക്കപ്പെടുന്നതാണ്. ഇന്ത്യയിൽ അതിന് ഏറ്റവും വേരോട്ടം നൽകിയ പ്രധാന നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ഗാന്ധി അധികാരം മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എക്കാലവും സംസാരിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഗാന്ധി തൻ്റെ അവസാന കാലം വരെ അധികാരത്തിൻ്റെ വലിയ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് പോലും നൗഖാലിയിലൂടെ വർഗീയ കലാപത്തെ ഇല്ലാതാക്കാനായി യാത്ര ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം മഹത്തായ കാര്യമാണ്, അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. എന്നാൽ മറ്റൊരു നിലയ്ക്ക് കൂടി നാം ചിന്തിക്കണം. ഗാന്ധിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെപ്പറ്റി വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഗാന്ധി നൽകിയ സംഭാവനകളാണോ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത്? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നതാണ് വാസ്തവം. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ആധുനിക ഇന്ത്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയ മനോവൃത്തിയിലൂന്നിയ ആശയങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളുമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇന്ത്യയിലെമ്പാടും തുടങ്ങിയ ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെമ്പാടും ഉണ്ടാക്കപ്പെട്ട അണക്കെട്ടുകൾ, ഇന്ത്യയിലെമ്പാടും ഉണ്ടായ വികസനത്തിൻ്റെ നിരവധി ആസൂത്രണ പദ്ധതികൾ, റഷ്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതികൾ, ഇവയെല്ലാം ചേർന്നാണ് സ്വതന്ത്ര ഇന്ത്യ യഥാർത്ഥത്തിൽ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന ഇന്ത്യയായി തീർന്നത്. ആധുനിക ഇന്ത്യ എന്തായിരിക്കണമെന്നും സ്വതന്ത്ര ഇന്ത്യ എന്തായിരിക്കണമെന്നുമുള്ള ഒരു വിഷണറി മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും നെഹ്റുവാണ്. മറ്റൊരാൾ തീർച്ചയായും ഡോക്ടർ BR അംബേദ്കറാണ്. ഇന്ത്യയിൽ ചരിത്രപരമായി തന്നെ നിലനിൽക്കുന്ന ദീർഘകാലത്തെ ചാതുർവർണ്ണ്യം എന്ന പ്രശ്നത്തെ ഭരണഘടന കൊണ്ട് തന്നെ അഭിസംബോധന ചെയ്യുകയും ഇന്ത്യയിലെ കാതലായ പ്രശ്നങ്ങൾക്കെല്ലാം മറുപടി നൽകത്തക്ക വിധം സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു ഭരണഘടന നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ ആധുനിക ഇന്ത്യയെപ്പറ്റി ഒരു കാഴ്ച മുന്നോട്ട് വച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് കാരണമായത് മൗലാന അബുൽ കലാം ആസാദിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ രൂപീകരണമാണ്.
എന്നിങ്ങനെ സ്വതന്ത്ര ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഗാന്ധി നൽകിയ സംഭാവനകൾ തുലോം തുച്ഛമാണെന്ന് നാം കാണണം. അതായത് അധികാരം എന്നത് എപ്പോഴാണ് ദുഷിപ്പിക്കുന്ന ഒരു കാര്യമായി തീരുന്നത്? അധികാരം ദുഷിപ്പിക്കുന്ന ഒന്നായി തീരുന്നത് യഥാർത്ഥത്തിൽ ഭരണം എന്നത് മറ്റനേകം ദുഷിപ്പുകളുടെ ഒരു കൂടാരമായി കാണുന്നവരുടെ കയ്യിലെത്തിപ്പെടുമ്പോഴാണ്. ഉദാഹരണത്തിന് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ തുടർഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. ആദ്യ ഭരണം മുതൽ ഇന്നത്തെ ഭരണം വരെ BJP മുന്നോട്ട് വയ്ക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ നിരന്തരമായ ആക്രമണങ്ങളോട് ഭരണകൂടം പാലിക്കുന്ന മൗനസമ്മതം എന്നിവയെല്ലാം ചേർന്ന് ഇന്ത്യയെ പ്രശ്നഭരിതമാക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ആദ്യത്തെ BJP സർക്കാർ വരുന്നതിനു മുമ്പുള്ള ഇലക്ഷനിൽ ഈ ബുദ്ധിജീവികളുടെ എല്ലാം സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? തുടർഭരണം ആയിരുന്നല്ലോ UPA സർക്കാരിൻ്റേത്. ആ UPA സർക്കാർ വേണ്ട എന്നും BJP അധികാരത്തിലേറട്ടെ എന്നുമായിരിക്കണം ഇവരുടെ നിലപാട്. ഈ പറയുന്ന നയമനുസരിച്ച്, അതായത് തുടർഭരണം തെറ്റാണ്, ഭരണം മാറണം എന്നാണെങ്കിൽ അവരാശയമുള്ളവരാണെന്ന് അവർ സമ്മതിക്കണം. BJP അധികാരത്തിലേറുക എന്നത് അവർക്ക് സമ്മതമായിരുന്നുവെന്ന്. നമുക്കാർക്കും സമ്മതമായിരുന്നില്ല. ആദ്യത്തെ വാജ്പേയി ഗവൺമെൻറ് വരുമ്പോഴും എന്തു വില കൊടുത്തും വാജ്പേയി ഗവൺമെൻറ് വരിക എന്നതിനെ, അഥവാ BJP ഇന്ത്യൻ അധികാരത്തിലേറുക എന്നത് ഇന്ത്യക്ക് അപകടകരമാണെന്ന് തിരിച്ചറിയുന്നതാണ് രാഷ്ട്രീയ ബോധം. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ കാതൽ തുടർഭരണമാണോ തുടർഭരണമല്ലയോ എന്നുള്ളതിലല്ല. ഒരു കക്ഷി, ഒരു രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഒരു രാഷ്ട്രീയ കക്ഷി ജനങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്ന തുടർന്നുള്ള ഭരണത്തിൻ്റെ വിഭാവിത രേഖ എന്താണ്? അതായത് എങ്ങനെയാണ് തങ്ങൾ ഈ നാടിനെ ഭരിക്കാൻ പോകുന്നത് എന്നാണ് ഒരു മുന്നണി പറയുന്നത്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മുന്നിൽ സാക്ഷ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി തുടർന്ന ഇടതുഭരണം കേരളത്തിൽ നടത്തിയിരിക്കുന്ന സമൂലമായ മാറ്റങ്ങളുടെ ഒരു ചിത്രം നമുക്ക് മുന്നിലുണ്ട്. അത് ഒരു രംഗത്തുള്ളതല്ല. വ്യവസായ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും പൊതുമരാമത്ത് രംഗത്തിൻ്റെ രംഗത്താണെന്നുണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണത്തിൻ്റെ രംഗത്താണെന്നുണ്ടെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും കേരളം ഈ 10 വർഷത്തിനിടയ്ക്ക് നേടിയ പുരോഗതി നമുക്ക് ഇന്ന് 10 വർഷം മുമ്പുള്ള കേരളത്തെ വെച്ച് ചിന്തിച്ചാൽ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞ ഒരു സർക്കാരാണ് തുടർന്ന് ജനവിധി തേടുന്നത്. ഇതുവരെ നടത്തിപ്പോന്ന ഈ ഭരണത്തിൻ്റെയും നാട്ടുകാർക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളുടെയും തുടർച്ചയാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന വലതുമുന്നണിയോ? വലതുമുന്നണിക്ക് ഇത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനത്തിൻ്റെ പൂർവ്വചരിത്രമുണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ വ്യവസായ രംഗത്തെ ചിത്രം എന്തായിരുന്നു? വിദ്യാഭ്യാസ രംഗത്തെ ചിത്രം എന്തായിരുന്നു? തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ചിത്രം എന്തായിരുന്നു? ഇതെല്ലാം കണക്കുകൾ വെച്ച് തന്നെ പരിശോധിക്കാവുന്നതാണ്. നമുക്ക് നോക്കിയാൽ കാണാം, കേരളത്തിലെ വ്യവസായ രംഗം ഏറ്റവും ദയനീയമായ നിലയ്ക്ക് തകർന്ന ഘട്ടം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഘട്ടമായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിൽ കുട്ടികൾക്ക് പാഠപുസ്തകം പോലും കിട്ടാത്ത ഘട്ടം കഴിഞ്ഞ UDFൻ്റെ ഘട്ടമായിരുന്നു. കേരളത്തിലുടനീളമുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന ഘട്ടം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഘട്ടമായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചാൽ കേരളത്തിൽ ഒന്നടങ്കമുള്ള ഏത് വകുപ്പിൻ്റെയും പ്രവർത്തനം ദയനീയമായി പരാജയപ്പെടുകയും അങ്ങേയറ്റം ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരായി നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ട വിവാദങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ. അതിനുശേഷം 10 വർഷത്തിന് ശേഷം ഇന്ന് നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഇടതുപക്ഷം നിൽക്കുന്നത് ഇതുവരെ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ തെളിവുകളുടെ മുന്നിലാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താക്കളായി സംസാരിക്കുന്നവർക്ക് തുടർന്ന് എന്താണ് കേരളത്തിൽ തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമായി പറയാനുണ്ടോ? കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കൂ. VD സതീശനാകട്ടെ, VD സതീശന് യഥാർത്ഥത്തിൽ മറുപുറത്ത് പലപ്പോഴും നിൽക്കുന്ന ഷാഫി പറമ്പിലാകട്ടെ, കേരളത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമേ സംസാരിക്കാറില്ല. ഏറ്റവും രസകരം ഷാഫി പറമ്പിലിൻ്റെ കാര്യമാണ്. പല പോസുകളിൽ നടക്കുക, ഇരിക്കുക, ഓടുക തുടങ്ങിയ റീലുകൾ എന്നല്ലാതെ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാചകം ഷാഫി പറമ്പിൽ പറഞ്ഞായി മഷിയിട്ട് തിരഞ്ഞാൽ പോലും കിട്ടില്ല. എന്നാൽ VD സതീശനാകട്ടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം എന്തെന്നോ ഇന്നലെ നടന്നതെന്തെന്നോ പോലും അറിവില്ലാത്ത വിധത്തിൽ അങ്ങേയറ്റത്തെ അബദ്ധങ്ങളാണ് മൈക്കിന് മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത്.
ഇത്തരം ആളുകളുടെ കയ്യിലേക്ക് ഭരണം കൈമാറണം എന്നാണ് കേരളത്തിലെ സാംസ്കാരിക ബുദ്ധിജീവികൾ പറയുന്നത്. യഥാർത്ഥത്തിൽ തുടർഭരണം പ്രശ്നമാണ് എന്നിവർ ഇപ്പോൾ പറയുന്നതിന് പിന്നിലെ കാര്യകാരണങ്ങൾ എന്താണ്? ഇവരെല്ലാം അധികാരമോഹികളായതുകൊണ്ടും കോൺഗ്രസ് ഗവൺമെൻറ് വരുന്നതിനനുസരിച്ചൊരു കാറ്റു വീശുന്നോ എന്ന സംശയമെങ്കിലും തോന്നുമ്പോൾ, എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥാനലബ്ധി ലഭിക്കുമ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനങ്ങളോ പദവികളോ കിട്ടുമെന്നോ മോഹിച്ചാണ് ഇവരെല്ലാം പറയുന്നത് എന്നൊരാരോപണം ഇപ്പോൾ ഞാൻ മുന്നിൽ വയ്ക്കുന്നില്ല. കാരണം അവരെല്ലാം അത്തരക്കാരാണെന്നൊന്നും ഒരാരോപണം ഉന്നയിക്കുന്നതിൽ വലിയ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ ജനങ്ങൾ സംശയിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട്. കാരണം വസ്തുതകളെ മുൻനിർത്തി ചിന്തിച്ചാൽ ഈ തുടർഭരണത്തെ എതിർക്കുക എന്നത് അസാധ്യമാണ്. തുടർഭരണം അല്ല യഥാർത്ഥത്തിൽ പ്രശ്നം, ദുർഭരണമാണ് പ്രശ്നം. ദുർഭരണമോ തുടർഭരണമോ എന്നതാണ് കേരള ജനത നേരിടുന്ന ചോദ്യം. കേരള ജനതയ്ക്ക് ദുർഭരണമാണ് വേണ്ടത് എന്ന ചോയ്സാണ് ഉള്ളത് എങ്കിൽ തീർച്ചയായും ഇടതുമുന്നണി ഒഴികെയുള്ള ഏത് മുന്നണിയെയും കേരള ജനത തിരഞ്ഞെടുത്തേക്കും. പക്ഷേ ദുർഭരണമല്ല തുടർഭരണം ആണ് വേണ്ടത് എന്ന് കേരള ജനതയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് സാംസ്കാരിക ബുദ്ധിജീവികളുടെ എന്തെങ്കിലും ഒരു ബുദ്ധി കേരള ജനതയ്ക്ക് ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല.